നമുക്ക് ഇവിടെ ഒരു സൈഡ് സിബിന്റെ ഒരു സൈഡിൽ വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിലും നമുക്കിത് 2 പീസ് ഉണ്ടല്ലോ, ആ 2 പീസും രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ഇതുപോലെ കിട്ടിയതിന് ശേഷം ഇതിനെ നേരെ ഇതുപോലെ മറിച്ചിട്ടിട്ട് 2 സൈഡും ഇതുപോലെ കൂട്ടിപ്പിടിച്ച് ഇവിടെ നമുക്കൊരു നേരിയൊരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഇതുപോലെ നേരെ സ്റ്റിച്ചിങ് കൊടുക്കുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തെ ഇതുപോലെ ഒന്ന് നേരെ അതിന്റെ സിബിന്റെ സെന്റർ ഭാഗം കണ്ടോ, ഈ ഒരു സെന്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പ് 2 ഭാഗത്തേക്കും പതിച്ച് വെച്ചിട്ട് നമുക്കിതിവിടെ സെന്റർ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ സിബിന്റെ ഈ ഒരു എൻഡ് വശത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ടച്ച് ചെയ്ത് കിട്ടിയാൽ മതി. ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും, അപ്പൊ ചെറുതായിട്ടൊന്ന് സിബ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെയാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്, ആ ഒരു സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു സ്റ്റിച്ചിൽ നിന്നാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, അത് ശ്രദ്ധിക്കുക. എന്നാൽ ഈ ഒരു സൈഡ് നമുക്ക് ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗമില്ലേ, അവിടെ നിന്ന് കറക്റ്റ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബോക്സ് ടൈപ്പിൽ കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് 4 കോണിലും നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു മാർക്കിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ 4 കോണിൽ നിന്നും പീസ് കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ. ഇനി നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത പീസിനെ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുക്കുക. നിവർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിൽ ചെയ്ത സ്റ്റിച്ചില്ലേ, അത് നമുക്ക് കറക്റ്റ് സെന്റർ ഭാഗത്തായിട്ട് വരും, ആ ഒരു കട്ടിങ്ങിന്റെ സെന്റർ ഭാഗത്ത്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് 4 കോണും നമുക്ക് ഈ ഒരു രീതിയിൽ കണ്ടോ നിവർത്തി കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് നമുക്ക് കറക്റ്റ് സെൻട്രൽ ഭാഗത്ത് അത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് 4 കോണും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് മറിച്ചിടുക. അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്ത ആ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു മണി പേഴ്സ് നിങ്ങൾക്കും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് ഒന്ന്